പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതെ, നമ്മെ ദൈവം നാം അറിയാത്ത പാതയിലൂടെ നാം ഇതുവരെയും കടന്നു പോകാത്ത, ഇതുവരെയും അഭിമുഖീകരിക്കാത്ത, ഇല്ലെങ്കിൽ ഇതുവരെയും നമുക്ക് നാം കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത പാതകളിലൂടെ, വഴികളിലൂടെ കർത്താവ് നമ്മെ നടത്തുന്നുണ്ട് എങ്കിൽ അതിന് പിന്നിൽ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. കർത്താവ് നമ്മെ ഒരു നാളും ഏകനായി വിടുന്ന ദൈവമല്ല, നമ്മെ അനാഥരായി വിടുകയില്ല. യേശു കർത്താവ് നമ്മുടെ അടുക്കൽ വരും. പ്രൈസ് ദി ലോർഡ്. നമ്മെ ദൈവം നാം അറിഞ്ഞിട്ടില്ലാത്ത ഒരു വഴിയിലൂടെ നമ്മെ നടത്തുന്നുണ്ടെങ്കിൽ നിശ്ചയമായി ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്ന് അവിടെ ചില അതിശയ പ്രവൃത്തികളെ കാണുവാനും അനുഭവിക്കുവാനും മാത്രമാകുന്ന കർത്താവ് നമ്മെ അങ്ങനെ നടത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പഴയ നിയമത്തിൽ നാം നോക്കുമ്പോൾ യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 3-4 വചനങ്ങളിൽ ഇസ്രായേൽ മക്കളെയും ദൈവം അങ്ങനെ നടത്തിയതായി നമുക്ക് കാണുവാനിടയായിത്തീരുന്നു. നമുക്ക് വായിക്കാം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 3-4 വചനങ്ങൾ. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിൻ്റെ പിന്നാലെ ചെല്ലണം. എന്നാൽ നിങ്ങൾക്കും അതിനുമിടയിൽ 2000 മുഴം അകലമുണ്ടായിരിക്കണം. അതിനോട് അടുക്കരുത്. അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. ഈ വഴിക്ക് നിങ്ങൾ മുൻപേ പോയിട്ടില്ലല്ലോ. ജോഷുവ chapter 3 verse 4. Amen. Then you will know which way to go, since you have never been this way before. Hallelujah. അപ്പോൾ നാം പോകേണ്ടുന്ന വഴി നാം തിരിച്ചറിയണമെങ്കിൽ അതിൻ്റെ 1-2 വചനങ്ങൾ നാം വായിക്കുന്നവർ അധികാലത്തെ എഴുന്നേറ്റു സ്തോത്രം. എവിടെയാണോ യോർദാൻ്റെ അക്കരെ കടക്കേണ്ടത് അവിടത്തേന് യാത്ര പുറപ്പെട്ടു. അവിടെ എത്തി അവിടെ താമസിച്ചു. അതായത് നാം ഇനി പോകേണ്ടുന്ന വഴി, നമ്മുടെ മുന്നോട്ടുള്ള ഗമനം സ്തോത്രം ഒക്കെ എങ്ങനെയായിത്തീരണമെന്ന് നാം ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിക്കണം. ദൈവിക നടത്തിപ്പ് പ്രാപിക്കണമെങ്കിൽ ഈ നാളുകളിൽ സ്തോത്രം അധികാലത്ത് എഴുന്നേൽക്കണമെന്ന് പറയുന്നത് പോലെ ദൈവത്തെ ആദ്യമായി അന്വേഷിക്കണം. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രയോറിറ്റി കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എഴുന്നേറ്റ് നാം എവിടെ നിന്നാണോ പുറപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് അവിടെ നിന്ന് ആദ്യം പുറപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അതേ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം, പക്ഷേ നീ ജനത്തെയും ചാർച്ചക്കാരെയും ദേശത്തെ വിട്ട് പുറപ്പെടുക. നാം ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, സാഹചര്യത്തിൽ നിന്ന് ഒരു പുറപ്പാട് നമുക്ക് ആവശ്യമാണ്. എങ്കിലേ ഇനി നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് ദൈവം നമുക്ക് വെളിപ്പെടുത്തുകയുള്ളൂ. അങ്ങനെ ദൈവത്തിന് മുൻസ്ഥാനം കൊടുത്ത് നാം അമിത്സരത്തിൽ നിന്നൊക്കെ പുറപ്പെട്ട് എവിടെയാണോ ദൈവസ്ഥലത്തിൽ ദൈവം ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ദൈവിക അരുളപ്പാടിനായി, ദൈവിക ഇടപെടലിനായി നാം കാത്തിരിക്കുമ്പോൾ, ദൈവ സാന്നിധ്യത്തിന് ദൈവിക ശബ്ദം കേൾക്കുവാൻ നാം കാതോർത്ത് കാത്തിരിക്കുമ്പോൾ കർത്താവ് നമ്മോട് ഇതുപോലെ സംസാരിക്കും. നാം പോകേണ്ടുന്ന വഴി കാണിച്ചു തരും. അവിടെ എന്തുമാത്രം തടസ്സങ്ങളുണ്ടായിരുന്നാലും കർത്താവ് അത് മാറ്റി നമ്മെ അക്കരെ എത്തിക്കുവാൻ സർവശക്തനാണ്. ഇവിടെ വായിക്കുന്നു, നിങ്ങൾ പോകേണ്ടുന്ന വഴി നിങ്ങൾ അങ്ങനെ അറിയും. ഈ വഴിക്ക് നിങ്ങൾ മുൻപേ പോയിട്ടില്ലല്ലോ. അത് ഇതുവരെയും അഭിമുഖീകരിക്കാത്ത പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, പ്രതികൂലങ്ങൾ, ശരീരത്തിൽ ഇതുവരെയും ഇല്ലാത്ത ചില രോഗങ്ങൾ, വേദനകൾ, ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് ആരോടും തുറന്നു പറയുവാൻ കഴിയാത്ത രീതിയിലുള്ള അസ്വസ്ഥതകൾ, ഭാരങ്ങൾ, മാനസികമായ ഞരക്കങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഏത് നിലവാരത്തിൽ ആത്മീകമായി, ശാരീരികമായി, ഭൗതികമായി, സാമ്പത്തികപരമായ തലമുറകളുടെ ജീവിതത്തിലൊക്കെ നാം ഭാരപ്പെട്ടാലും ഇതുവരെ നാം കണ്ടിട്ടില്ലാത്ത, അനുഭവിക്കാത്ത പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് അതിൽ നമ്മെ നശിപ്പിക്കുവാനല്ല, നമ്മെ തകർത്ത് കളവാനല്ല. ഇന്ന് നാം എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത് ദൈവം നമുക്ക് വ്യക്തമായ അരുളപ്പാട് നൽകും. ദൈവം ചിലത് പ്രവർത്തിക്കും. അടുത്ത വചനത്തിൽ 5-ാം വചനത്തിൽ യഹോവ പറയുന്നു, യോശുവ ജനത്തോട് യഹോവയുടെ അരുളപ്പാട് പറയും, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. Praise the Lord. Joshua said to the priest, take up the സ്തോത്രം സ്തോത്രം. Joshua chapter 3 verse 5. Joshua told the people, consecrate yourself, for tomorrow the Lord will do amazing things for you. നാം പോലും ചിന്തിക്കാത്ത, നിരൂപിക്കാത്ത, വിചാരിക്കാത്ത അത്ഭുത കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. സ്തോത്രം സ്തോത്രം. ആയതിനാൽ എന്നോടുകൂടെ ഈ വഴിയിൽ ഈ വേദന സഹിപ്പാൻ, കഷ്ടം സഹിപ്പാൻ, ഞാൻ അനുഭവിക്കുന്നത് കാണുവാൻ, അറിയുവാൻ, എന്നെ മനസ്സിലാക്കുവാൻ ആരുമില്ല
മാത്രമല്ല അവനൊന്നും ഓർത്ത് ഭാരപ്പെടേണ്ട, ദൈവം കൂടെയുണ്ട്. സ്തോത്രം. മാത്രമല്ല ആമേൻ സ്തോത്രം, ആദ്യം മുൻപായി പോകുന്നത് എന്താണ്? ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. 11-ാം വചനം നാം ഇങ്ങനെ വായിക്കുന്നു. 10-ാം വചനത്തിൽ വായിക്കുന്നു, യോശുവ പറഞ്ഞെന്തെന്നാൽ ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. ആമേൻ. ദിസ് ഈസ് ഹൗ യു വിൽ നോ ദാറ്റ് ദ ലിവിങ് ഗോഡ് ഈസ് അമോങ് യു. ആമേ, നാം മുൻപേ കണ്ടിട്ടില്ലാത്ത പോയിട്ടില്ലാത്ത വഴികളിലൂടെ കർത്താവ് നടത്തുമ്പോൾ നമ്മെ മാത്രം ആമേൻ സ്തോത്രം സ്തോത്രം കടത്തി വിട്ടിട്ട് നമ്മെ വഴിയിൽ ഉപേക്ഷിക്കുന്ന ദൈവത്തെ അല്ല നാം സേവിക്കുന്നത്. നാം വിളിച്ചാൽ വെളി കേൾക്കാത്ത, ഉത്തരമരുളാത്ത, രക്ഷിക്കാത്ത, വിടുവിക്കാത്ത ദൈവത്തെ അല്ല നാം സേവിക്കുന്നത്. ജീവനുള്ള ദൈവം, പ്രവർത്തിക്കുവാൻ കഴിവുള്ള ദൈവം, ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന കർത്താവ് നമ്മുടെ ഇടയിലുണ്ട്, നമ്മോട് കൂടെയുണ്ട്. സ്തോത്രവും. ആമേ. മാത്രമല്ല 11-ാം വചനത്തിൽ വായിക്കുന്നു, ഇതാ സർവ്വഭൂമിക്കും നാഥനായവന്റെ നിയമപെട്ടകം നിങ്ങൾക്ക് മുൻപായി യോർദാനിലേക്ക് കടക്കുന്നു. അപ്പോൾ നാം ചിലതിലേക്ക് കടക്കുന്നത് മുൻപായി ആമേൻ ദൈവത്തിൻ്റെ വചനം നമുക്ക് മുന്നേ കടന്നു പോകും. യഹോവയുടെ ദൂതന്മാർ നമുക്ക് മുന്നേ കടന്നു പോകും. നാം യഥാർത്ഥമായ ദൈവത്തിൻ്റെ നിയമപെട്ടകം, അതായത് ദൈവിക കൽപ്പനകളെ ആമേൻ സ്തോത്ര ആജ്ഞകളെ പ്രമാണിച്ച് നടക്കുന്നവരാണെങ്കിൽ ദൈവ സാന്നിധ്യം നമുക്ക് മുൻപേ കടന്നു പോകും. ഹല്ലേലൂയ. വചനം കർത്താവ് ആമേൻ നമുക്ക് മുൻപേ അയക്കും. സ്തോത്ര. ദുർഘടങ്ങളെ നിരപ്പാക്കും, താമ്ര കഥവുകളെ തകർക്കും, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അമേ സ്തോത്ര നിയമപെട്ടകത്തിൻ്റെ പിന്നാലെ, പുരോഹിതന്മാരുടെ പിന്നാലെ ജനമൊക്കെ കടന്നു പോകുന്നു. കൊയ്ത്തുകാലത്ത് യോർദാനൊക്കെ കരകവിഞ്ഞൊഴുകുന്ന സ്ഥാനത്ത് അവരുടെ ഉള്ളങ്കാൽ അവിടെ അമേ സ്തോത്രം നനഞ്ഞപ്പോൾ തന്നെ, ആ വാക്കിൽ ചവിട്ടിയപ്പോൾ തന്നെ യോർദാൻ്റെ ഒഴുക്കുന്നു. മാത്രമല്ല വേറൊരു വാഗ്ദത്തം കർത്താവിടെ യോശുവയ്ക്ക് കൊടുത്ത് 7-ാം വചനം, ഇന്ന് ആമേൻ സ്തോത്രം, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കുമെന്ന് ഇസ്രായേലെല്ലാം അറിയേണ്ടതിന് ഞാനെന്ന് അവർ കാണുക നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും. പ്രൈസലോ. അപ്പോൾ ചില ദൈവപ്രവൃത്തികളുടെ വാഗ്ദത്ത നിവർത്തീകരണത്തിൻ്റെ തുടക്കം എവിടെയാണെന്നറിയാമോ? നാം ഇതുവരെ കടന്നിട്ടില്ലാത്ത, പോയിട്ടില്ലാത്ത പാതകളിലൂടെ ദൈവം നടത്തുമ്പോൾ, ഒരു വലിയ കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ അത് നമ്മുടെ അവസാനമല്ല, വാഗ്ദത്ത പൂർത്തീകരണത്തിൻ്റെ ആരംഭമാകുന്നു. സ്തോത്രം. ഇവിടെ യോശുവയോട് പറഞ്ഞു, ഞാനെന്ന് നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും. ദൈവം അത് ചെയ്തു. പ്രിയമുള്ളവരെ, 4-ാം അധ്യായം യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം 14-ാം വചനത്തിൽ വായിക്കുന്നു, അന്ന് യഹോവ യോശുവയെ എല്ലാ ഇസ്രായേലിന്റെ മുൻപാകെ വലിയവനാക്കി. ഹല്ലേലൂയ. അവർ മോശയെ ബഹുമാനിച്ചതുപോലെ അവനെയും അവൻ്റെ ആയുഷ്കാലമൊക്കെയും ബഹുമാനിച്ചു. അവൻ സ്തോത്രം. നാം യഥാർത്ഥമായി യോശുവയോ കൂടാരം വിട്ടുപിരിയ ആ ദൈവ സാന്നിധ്യത്തിൽ അഭയം പ്രാപിച്ച ഒരു സ്തോത്രം യൗവനക്കാരനായിരുന്നു മോശയുടെ കാലത്ത്. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരെ പോലെ ആകാതെ, മറ്റുള്ളവരെ പോലെ ചിന്തിക്കാതെ, മറ്റുള്ളവരെ പോലെയല്ല നാം ദൈവത്തെ സേവിക്കേണ്ടത്. യഥാർത്ഥമായി ഭയഭക്തിയോടെ, ഉത്തമ ഹൃദയത്തോടെ, നിഷ്കളങ്ക ഹൃദയത്തോടെ നാം കർത്താവിനെ അനുസരിച്ച് ദൈവം മുൻപാകെ നമ്മെ തന്നെ താഴ്ത്തി ദൈവികാലോചനയ്ക്കായി കാത്തിരുന്ന് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ലോകം നമ്മെ അപമാനിച്ചാലും നമ്മെ ബഹുമാനിച്ചില്ലെങ്കിലും കർത്താവ് തക്ക സമയത്ത് നമ്മെ ഉയർത്തും, നമ്മെ മാനിക്കും. നാം ആരാണെന്ന് സ്തോത്രം, നാം ദൈവത്തിൻ്റെ ആരാണെന്ന് കർത്താവ് വെളിപ്പെടുത്തുവാനിടയായി തീരും. സ്തോത്രം. അതിനാൽ പകച്ചു നിൽക്കേണ്ട, ഭ്രമിച്ചു പോകണ്ട, ഭാരപ്പെട്ടു പോകണ്ട. സ്തോത്രം. കണ്ടിട്ടില്ലാത്ത, പോയിട്ടില്ലാത്ത വഴികളിലൂടെയാണല്ലോ ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. ഇതിൻ്റെ അവസാനം എന്തായിത്തീരുമെന്ന് ഓർത്ത് ഭാരപ്പെടേണ്ട. നമ്മളെ നന്നായി അറിയുന്ന കർത്താവ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നു. ദൈവം നമ്മോട് കൂടെയുണ്ട്. സർവ്വഭൂമിക്കും നാഥനായവൻ്റെ വചനം നമ്മോട് കൂടെയുണ്ട്. സ്തോത്രവും ദൈവ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. ഏത് കരകവിഞ്ഞ് ഒഴുകുന്ന യോർദാനെയും വറ്റിക്കുവാൻ ദൈവം സർവശക്തനാണ്. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം അവസാന വചനത്തിൽ വായിക്കുന്നു, ഞങ്ങളിക്കരെ കടപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളുടെ മുൻപിൽ ചെങ്കടൽ വറ്റിച്ച് കളഞ്ഞതുപോലെ നിങ്ങൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുൻപിൽ യോർദാനിലെ വെള്ളം വറ്റിച്ച് കളഞ്ഞു. അതെ, കഴിഞ്ഞ നാളുകൾ വലിയ വലിയ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നില്ലേ? ആർക്കും രക്ഷിക്കുവാൻ കഴിയാത്ത, വിടുവിക്കുവാൻ കഴിയാത്ത പോരാട്ടങ്ങൾ വന്നപ്പോൾ നമ്മെ രക്ഷിച്ച ആ പ്രശ്നങ്ങളെ വറ്റിച്ച് കളഞ്ഞ ദൈവം ഇനിയും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ സർവശക്തനാണ്. ഈ വചനപ്രകാരം നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാനാകട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങനെ ഇവർക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു.
ഈ നാളുകൾ ആത്മീക ജീവിതത്തിൽ മുന്നേറി കർത്താവ്, ആ സ്വർഗീയ കർത്താവ് അപ്പോൾ അക്കരെ നാട്ടിൽ എത്തുവാൻ തടസ്സമായി കർത്താവ്, ആത്മീക ജീവിതത്തിന് വിരോധമായി കർത്താവ്, സ്തോത്രം ദൈവമായിട്ടുള്ള ബന്ധത്തിന് വിരോധമായി, അതുപോലെ ഭൂമിയിലെ ഞങ്ങളുടെ കർത്താവ് അനുഗ്രഹങ്ങൾക്ക് വിരോധമായി എത്ര കർത്താവ് യോർദാൻ കരകവിഞ്ഞൊഴുകിയാലും ദൈവകൽപ്പനകൾ അനുസരിച്ച് അങ്ങനെ കർത്ത ശബ്ദത്തിനായി കാത്തിരുന്ന് അങ്ങനെ സാന്നിധ്യത്തിൽ അഭയം പ്രാപിച്ചു കർത്താവ്, വിശ്വാസത്തോടെ ഉറപ്പോടെ ധൈര്യത്തോടെ കേൾപ്പിച്ച ആലോചന പ്രകാരം കർത്താവ് അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് നിയമിക്കുവാൻ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം. അങ്ങനെ കരകൾ ഞങ്ങളെ തന്നെ പൂർണ്ണമായി താഴ്ത്തുന്നു കർത്താവ്. കവിഞ്ഞൊഴുകുന്ന പ്രശ്നങ്ങളെ വറ്റിക്കുമാറാക്കി ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ നിങ്ങളുടെ ജീവിതങ്ങൾ അങ്ങ് വെളിപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. അവർ ആഗ്രഹിച്ച് തുറമുഖത്ത് അവരെ എത്തിച്ചു എന്ന് വചനപ്രകാരം കർത്താവെ, ആ സ്വർഗീയ തുറമുഖം നോക്കി ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കർത്താവ് ജയത്തോടെ ജീവിതം തരയിൽ ചെയ്ത് അമേന പ്രത്യാശ നാടിനെ പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിന് സ്തോത്രം താഴ്ത്തുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you.